ശ്രീമാൻ ജോഷി ജെയിംസ് ചുള്ളിപ്പറമ്പിൽ എഴുതുന്ന ബൈബിൾ കഥകൾ എപ്പിസോഡ് 76 കാരാഗൃഹം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോഷി ജെയിംസ് ചുള്ളിപ്പറമ്പിൽ. മേജർ കമ്മ്യൂണിക്കേഷന്റെ 76ാം എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ആർദ്രവുമായ സ്വാഗതം. ന്യൂ ഇയർ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചു? എല്ലാവർക്കും സുഖമല്ലേ? കുറെ നാളായി ചോദിച്ചിട്ട്. ഈ ന്യൂ ഇയറിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് നമ്മുടെ 81ാം ജൂബിലി വർഷമാണ്. അതായത് ഓരോ 25 വർഷം കൂടുമ്പോൾ അതൊരു ജൂബിലി വർഷമായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പത്രോസിന്റെ സിംഹാസനം നമ്മൾക്ക് എല്ലാവർക്കും കാണുന്നതിന് വേണ്ടി വത്തിക്കാനിൽ തുറന്നു വെക്കുന്ന ഒരു സമയവും കൂടിയാണിത്. ഇന്ന് നാം കാണുന്ന ക്രിസ്ത്യാനി സഭ വളർന്നതും പന്തലിച്ചതും അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. ക്രിസ്തു അല്ല ഈ സഭ സ്ഥാപിച്ചത്. പത്രോസ്ലീഹായുടെ നേതൃത്വത്തിൽ കർത്താവിന്റെ ശിഷ്യന്മാരും അപ്പോസ്തലന്മാരും ചേർന്ന് വളർത്തി വലുതാക്കിയ സഭയാണ് ക്രിസ്ത്യൻ സഭ. ഇന്നത്തെ എന്റെ കഥയും അതിനോട് ചേർത്ത് പിടിച്ചു വായിക്കാവുന്നതാണ്. എന്റെ കഥക്ക് ശബ്ദം നൽകി അവതരിപ്പിച്ചിരിക്കുന്നത് മേരി ജോസഫ് വലിയ വീട്ടിൽ. നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ എന്റെ കഥ ഉടൻ നിങ്ങളുടെ അടുത്തെത്തുള്ളൂ. പിന്നെ ലൈക്ക് ചെയ്യുക, കമന്റ്സ് എഴുതുക. അതുപോലെ തന്നെ എന്റെ കഥയുടെ ലിങ്ക് നിങ്ങളുടെ കൂട്ടുകാരന്മാർക്കും കൂട്ടുകാരികൾക്കും അയച്ചു കൊടുക്കുക. എന്നാൽ നമുക്ക് കഥയിലേക്ക് കടക്കാം. ധൈര്യക്കുറവും അല്പവിശ്വാസിയും വിവേകിയുമല്ലാത്ത ഒരു മനുഷ്യനായിരുന്നു പത്രോസ്. മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്ന ആ മനുഷ്യനെ യേശു പല സമയങ്ങളിലും വിമർശന പാത്രമാക്കിയിട്ടുണ്ട്. ഒടുക്കത്തെ അത്താഴവിരുന്നിൽ ഈശോ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി ചുംബിച്ചപ്പോൾ പത്രോസ് വിസമ്മതിച്ചു. അയാൾ തൻ്റെ പാദങ്ങൾ ഇരിപ്പിടത്തിൻ്റെ അടിഭാഗത്തേക്ക് നീക്കിവെച്ചു. ഈശോ ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ പാവം പറഞ്ഞു, അങ്ങ് എൻ്റെ കാലു കഴുകുവാനും? ഞാനാണ് ആ പാദങ്ങൾ കഴുകേണ്ടത്. ഒന്ന് തറപ്പിച്ച് നോക്കിയ ശേഷം യേശു മൊഴിഞ്ഞു, ഞാൻ നിന്റെ പാദങ്ങൾ കഴുകി ചുംബിച്ചില്ലെങ്കിൽ എനിക്ക് നിന്നോട് പങ്കില്ലാതെ വരും. അത് കേട്ടതും പത്രോസിന്റെ മട്ടും ഭാവവും മാറി. അങ്ങനെയാണെങ്കിൽ കർത്താവെ, പാദം മാത്രമല്ല എൻ്റെ കൈകളും ശിരസും കൂടി കഴുകിക്കൊള്ളു. മൊത്തം കുളിപ്പിച്ചോ എന്നാണ് പത്രോസ് ഉദ്ദേശിച്ചത്. ഈശോ കൽപ്പിച്ചു, കുളി കഴിഞ്ഞവന്റെ പാദങ്ങൾ മാത്രം കഴുകിയാൽ മതി, അവൻ നിങ്ങളെ ശുദ്ധീകരിച്ചുകൊള്ളും. പെസഹ ഭക്ഷിച്ചതിൻ്റെ ആലസ്യം, രാത്രിയിലെ നല്ല തണുത്ത കാറ്റ്. പത്രോസ് നല്ല ഉറക്കത്തിലായിരുന്നു. സത്യം പറഞ്ഞാൽ ആളൊരു പേടിത്തൊണ്ടനായിരുന്നു. ശബ്ദകോലാഹലങ്ങളും തീപ്പന്തങ്ങളുടെ ആരവവും കേട്ട് ഞെട്ടി ഉണർന്ന പത്രോസ് വാളൂരി ശക്തിയോടെ വീശി. ധൈര്യം കൊണ്ടാണോ അതോ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണോ എന്നറിയില്ല. ധീരപുത്രൻ ഒരു പടയാളിയുടെ ചെവി വെട്ടി വീഴ്ത്തി. ഉടനെ തന്നെ യേശുക്രിസ്തുവിന്റെ കൽപ്പനയും ഉണ്ടായി, പത്രോസേ, നീ നിന്റെ വാള് ഉറയിലിടുക. വാളെടുക്കുന്നവൻ വാളാലെ മരിക്കപ്പെടും. പുലി പോലെ പോയ യോദ്ധാവ് എലി പോലെ വാൾ ഉറയിലിടുകയായിരുന്നു. നിലത്തു വീണ ചെവിയെടുത്ത് ഈശോ പടയാളിയുടെ യഥാർത്ഥ സ്ഥാനത്ത് വെച്ചുകൊടുത്ത് അവനെ സുഖപ്പെടുത്തുകയും ചെയ്തു. യേശുവിൻ്റെ കുരിശുമരണത്തിന് ശേഷം ഭയന്നുപോയ അപ്പോസ്തലന്മാർ ശിമയോൻ ഊട്ടുശാലയിൽ മുറി അടച്ച് ഉച്ചത്തിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. പെട്ടെന്നാണ് യേശു അവരുടെ നടുവിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത്. അവർക്ക്
ധൈര്യം പകർന്നു കൊടുത്തുകൊണ്ട് പിന്നീട് അവർ കാണുകയാണ് സ്വർഗാരോഹണം ചെയ്തത്. ഒരു വെൺമേഘത്തിൽ അപ്രത്യക്ഷനാകുകയും ചെയ്തു. അതോടെ അപ്പോസ്തലന്മാരിലും ശിഷ്യന്മാരിലും ഉണ്ടായിരുന്ന ധൈര്യം ചോർന്നുപോയി. പഴയതുപോലെ അവർ വീണ്ടും ശിമയോനിൻ്റെ ഊട്ടുശാലയിൽ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അന്ന് പെന്തക്കോസ്ത ദിനമായിരുന്നു. പെട്ടെന്നാണ് ആകാശത്തിൽ ഇടിമിന്നലും മുഴക്കവും ഉണ്ടായത്. ആ ഇടിമിന്നലിൽ നിന്ന് തീനാളങ്ങൾ താഴേക്ക് ഇറങ്ങി വരുന്നതും അത് അവരുടെ തലയ്ക്ക് മുകളിൽ വന്ന് നിൽക്കുകയും ചെയ്തു. ആ നാളങ്ങൾക്ക് നല്ല തണുപ്പായിരുന്നു. മന്ദമായി വീശുന്ന കാറ്റുപോലെ അത് ശിരസ്സു വഴി അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങി. പെട്ടെന്ന് അവർ മറ്റേതോ മനുഷ്യരായി തീർന്നു. അല്ല, ക്രിസ്തുവിൻ്റെ യോദ്ധാക്കളായി മാറി. അതോടെ പത്രോസ് എന്ന മനുഷ്യൻ ധീരനായ ഒരു നേതാവായി മാറി. എല്ലാവരെയും നയിക്കുവാൻ ശക്തിയുള്ള ആട്ടിടയൻ. ആദ്യം ജനങ്ങളുടെ ഇടയിൽ നിന്നും നസ്രായനായ യേശു ക്രിസ്തുവിനെ പറ്റി ശക്തമായി പ്രസംഗിക്കുവാൻ തുടങ്ങി. ജനങ്ങൾ ചുറ്റിലും അടുത്തുകൂടി. കൂടെയിരുന്നവർ പരസ്പരം പറഞ്ഞു, ഇവൻ ഗലീലിയാക്കാരനല്ലേ? അവൻ്റെ ഭാഷ അറാമിക്കല്ലേ? എന്നാൽ ഞാൻ കേൾക്കുന്നത് ഗ്രീക്ക് ഭാഷയിലാണല്ലോ. മറ്റൊരാൾ പറഞ്ഞു, ഞാൻ കേൾക്കുന്നത് എൻ്റെ ഭാഷയായ ഈജിപ്ഷ്യനിലാണ്. അന്ന് ആ പ്രസംഗം കേട്ടവരെല്ലാം അവരവരുടെ മാതൃഭാഷകളിൽ ആയിരുന്നു. അന്നു മാത്രം ക്രിസ്തുമതം സ്വീകരിച്ചവർ 3000 പേരായിരുന്നു. അതോടെ ഇസ്രായേലിൽ മുഴങ്ങുന്ന ശബ്ദം ക്രിസ്തുവിൻ്റേത് മാത്രമായിരുന്നു. ഈ കണക്കിന് പോയാൽ യഹൂദമതം തന്നെ ഇല്ലാതാകും. പുരോഹിതന്മാരും പണ്ഡിതന്മാരും നിയമജ്ഞരും ഫരിസേയരും കണക്കുകൂട്ടി, ഇതിന് ഒരറുതി വരുത്തണം. ഒരു ദിവസം 9-ാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പത്രോസും യോഹന്നാനും കൂടി ദേവാലയത്തിലേക്ക് പോയി. അവിടെ സുന്ദര കവാടത്തിൽ അഥവാ ദേവാലയവാതിക്കൽ ജന്മന ശോഷിച്ച കാലുകളുമായി ഒരു മുടന്തൻ ഭിക്ഷക്കാരനായി ഇരിപ്പുണ്ടായിരുന്നു. അവൻ ഭക്തിയോടെ അവരെ നോക്കി യാചിക്കുന്നത് പതിവായിരുന്നു. പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും നേരെ അവൻ കൈകൾ നീട്ടി. ഞങ്ങളുടെ കൈവശം സ്വർണമോ പണമോ വെള്ളിയോ ഇല്ല, തരുവാൻ ഒന്നുണ്ട്. പത്രോസ് അവൻ്റെ ശിരസിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പറയുന്നു, നീ എഴുന്നേറ്റ് നിൽക്കുക. അവൻ എഴുന്നേറ്റ് തുള്ളിച്ചാടുവാൻ തുടങ്ങി. ഇത് കണ്ട് പുരോഹിതന്മാരും പണ്ഡിതന്മാരും നിയമജ്ഞരും പരിസേയരും അവരെ വളഞ്ഞു. ഇത് ചെയ്യുവാൻ നിനക്ക് ആരാണ് അധികാരം തന്നത്? ഇവിടെ ജീവിക്കുകയും നിങ്ങളാൽ കുരിശിൽ തറച്ച് മരിച്ച് അടക്കുകയും 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളുകയും ചെയ്ത സാക്ഷാൽ യേശുക്രിസ്തു. തൽക്ഷണം അവരെ എല്ലാം പിടിച്ച് കാരാഗൃഹത്തിൽ അടച്ചു. രാത്രിയായതിനാൽ പകൽ വിസ്താരം നടത്താം എന്നവർ കണക്കുകൂട്ടി. നേരം വെളുത്തപ്പോൾ വിജനമായിരുന്ന സ്ഥലം മുഴുവൻ ജനത്തെ കൊണ്ട് നിറഞ്ഞു. ജനങ്ങളെ നിയന്ത്രിക്കുവാൻ പറ്റാത്ത വിധം അവിടം നിറഞ്ഞു കവിയുകയായിരുന്നു. ജനത്തെ ഭയന്ന് അവർ അപ്പോസ്തലന്മാരെ വിട്ടയക്കുകയായിരുന്നു. വെറുതെ വിട്ടെങ്കിലും അവർ പുറകെ തന്നെ ഉണ്ടായിരുന്നു. പകലിൻ്റെ ചൂടും രാത്രിയിലെ തണുപ്പും അവർ നല്ല ഉറക്കത്തിലായിരുന്നു. ഇസ്രായേലും നല്ല ഉറക്കത്തിൽ. പ്രധാന പുരോഹിതന്റെ പടയാളികൾ വന്ന് അപ്പോസ്തലന്മാരെ പിടിച്ചുകൊണ്ടുപോയി. അവരെ പാതാളത്തിലുള്ള ഒരു കാരാഗൃഹത്തിൽ അടച്ചു. കാലുകളും കൈകളും ചങ്ങലയാൽ ബന്ധിച്ചു. പ്രധാന പുരോഹിതൻ പറഞ്ഞു, ഇനി നിങ്ങളാരും പുറലോകം കാണുകയില്ല. പത്രോസ് പറഞ്ഞു, അതാണ് എൻ്റെ തമ്പുരാൻ്റെ തീരുമാനമെങ്കിൽ അത് നടക്കട്ടെ. അല്ലെങ്കിൽ ഞങ്ങൾ
സത്യം സത്യമായി പുറത്തു വരും. ആ കാരാഗ്രഹത്തിൽ 7 കവാടങ്ങളുണ്ടായിരുന്നു. ഓരോ കവാടത്തിനും വൻ കതകുകളും. ഓരോ കവാടത്തിലും കാവൽക്കാരെ നിർത്തി കതകടച്ചു. അപ്പോസ്തലന്മാർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു മിന്നൽ പ്രകാശം ഓരോ കവാടത്തിലൂടെയും കടന്നു വന്നു. കവാടങ്ങൾ തുറക്കപ്പെട്ടു. കാവൽക്കാർ ബോധരഹിതരായി നിലംപതിച്ചു. തൂവെള്ള വസ്ത്രധാരിയായി ദൈവദൂതൻ കാരാഗൃഹത്തിലെത്തി. അവരെ ബന്ധിച്ചിരുന്ന ചങ്ങലകൾ പൊട്ടിത്തെറിച്ചു. ദൈവദൂതൻ പറഞ്ഞു, നിങ്ങൾ രക്ഷപ്പെട്ടുകൊള്ളുക, നിങ്ങളെ ആരും തടയുകയില്ല. അവർ ദൈവത്തിന് സ്തുതി പറഞ്ഞ് പുറത്തേക്ക് നടന്നു. കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞതനുസരിച്ച് അവർ ദേവാലയത്തിൽ ചെന്ന് എല്ലാ ജനങ്ങളോടും നവജീവന്റെ വചനം പ്രസംഗിക്കുവാൻ തുടങ്ങി. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നിന്ന് 5-ാം അധ്യായം 17 തുടങ്ങി 20 വരെയുള്ള വാക്യങ്ങൾ.